അപ്പോൾ നമുക്ക് പിറ്റി എഞ്ചിനീയറിങ്ങിൻ്റെ ചാർട്ട് അനാലിസിസ് ഒന്ന് നോക്കാം. അപ്പം ഇതിൻ്റെ കംപ്ലീറ്റ് ചാർട്ട് അനാലിസിസ് നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന് വ്യൂസ് കുറവായിരുന്നു. പക്ഷേ എൻട്രി എടുത്തിട്ടുള്ളവർക്ക് എല്ലാവർക്കും അടിപൊളി പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഒരു 50% എടുത്ത ആൾ അല്ലെങ്കിൽ ഒരു 40% മൂവ്മെൻറ്റ് ഇത്ര നാൾ കൊണ്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിനകത്ത് നമ്മൾ പല ഷെയറുകളും ഫാമിലി മെമ്പേഴ്സിനോട് ബ്രേക്കൗട്ടിന് മുമ്പ് തന്നെ പറയാറുണ്ട്. അപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് ഞാൻ ഫസ്റ്റ് പറയുന്ന കാര്യം പേഷ്യൻസ് വേണം. പേഷ്യൻ്റ് ആകുക എന്നല്ല, പേഷ്യൻസ് വേണം. അപ്പം വെയിറ്റ് ചെയ്യുക, ആ ഒരു എൻട്രി പോയിൻ്റ് വരെ വെയിറ്റ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് ആ ഒരു കൃത്യ എൻട്രി പോയിൻ്റ് ആ ഒരു രീതി വരുവാണെന്നുണ്ടെങ്കിൽ വരുമെന്ന് 100% അല്ല. കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് അത് ചിലപ്പോൾ റിവേഴ്സ് പോകാനും അങ്ങനെയൊക്കെ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഒരുപാട് സമയം എടുത്തേക്കാം. പക്ഷേ നിങ്ങൾ ചാർട്ട് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു എൻട്രി കൃത്യമായിട്ട് കിട്ടുവാണെന്നുണ്ടെങ്കിൽ എന്തൊരു അടിപൊളി മൂവ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. എന്തെങ്കിലും നഷ്ടമുള്ള കാര്യമാണ്. നിങ്ങൾ എന്തായാലും പ്രൈസ് ആക്ഷൻ വരയ്ക്കുന്നു. എന്നാൽ വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്തിട്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അറ്റ്ലീസ്റ്റ് അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴെങ്കിലും നിങ്ങൾക്ക് നോക്കാം. എക്സ്പീരിയൻസ് ആകുന്നതോറും നിങ്ങൾക്ക് ഒരു മിനിറ്റിൽ തന്നെ ഒരു 2 ഷെയറുകളൊക്കെ നിങ്ങൾക്ക് വേണം ഒറ്റ ഓട്ടത്തിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും. മനസ്സിലായി. നിങ്ങളുടെ ഒരു ലെവലിനനുസരിച്ച് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒരു ഓൾറൗണ്ട് പറഞ്ഞു തരാം. എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മറ്റേ വീഡിയോ ഞാൻ ആഡ് ചെയ്യാം. നിങ്ങളത് നോക്കുക. 2007 മുതലുള്ള ചാർട്ടാണ്. ഞാൻ സ്പീഡിൽ പറഞ്ഞു വിടുവാണ്. അപ്പം ദാണ്ടത് മുകളിലോട്ടൊരു അപ്പ് ട്രെൻഡിനാണ്. ഇവിടെ നല്ലൊരു റെസിസ്റ്റൻസ് ഇവിടെ അടിച്ചിട്ടുണ്ട്. ദാണ്ട് ഇവിടെ ഈ ഒരു റെഡ് ലൈൻ ഇതെന്ന് പറയുമ്പോഴത്തേക്കൊരു നല്ലൊരു സപ്പോർട്ടാണ്. ഈ ഒരു ഏരിയ ഉണ്ടോ, ഈ ഒരു ഏരിയ ഇത്രയും ഡൗൺ ആകാൻ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ എന്തോ സെൽ ഓഫ് വന്നു. അത് ന്യൂസൊന്നും ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ നമുക്ക് ഷെയറിൻ്റെ ചാർട്ടുകൾ നമുക്ക് ന്യൂസ് അറിയണമെന്നില്ല. ഇപ്പോൾ 2020 കൊറോണയുടെ താഴോട്ടുള്ളത് കൊറോണയാണെന്ന് പോലും ഒരാൾ അറിയണമെന്നില്ല. 2050 ഒരാൾ ഇത് മറന്നു പോയിട്ട് നോക്കിയെന്ന് പറഞ്ഞാൽ പോലും, കോവിഡിൻ്റെ കാര്യങ്ങൾ മറന്നു പോയിട്ട് നോക്കിയെന്ന് പറഞ്ഞാൽ പോലും അവർക്കാണെങ്കിൽ ചാർട്ടുകൾ കാണിച്ചു കൊടുക്കും. അല്ലാതെ കോവിഡ് ഒരു സിമ്പിളായിട്ടുള്ളൊരു വിഷയമായിരുന്നു എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ചാർട്ടിനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മേജറായിട്ടുള്ള ഫോളും കാര്യങ്ങളും എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നേക്കടേ കൊണ്ട് തന്നെ നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു 2021 ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് വന്നേക്കുന്നത്. അവിടെ നിന്നൊക്കെ എൻട്രി കിട്ടിയിട്ടുള്ളവർക്ക് അതാണ് ഒരു കിഡിലിനൊരു എൻട്രി ആയിരുന്നത്. അവിടെ നിന്ന് എൻട്രി കിട്ടിയിട്ടുള്ളവർക്ക് ഒരു എത്രയോ % കിട്ടിയെന്ന് കണ്ടോ. ഒരു 800% അടുത്തുള്ള ഏകദേശം ഒരു മൂവ്മെൻറ്റ് അവിടെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ എൻട്രി പറഞ്ഞതാണ് ഈ ഒരു ഏരിയയിലാണ്. ഒരു 40% അടുത്തുള്ള മൂവ്മെൻറ്റ് എന്തായാലും കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു മൂവ്മെൻറ്റാണ് എല്ലാവർക്കും കിട്ടിയിട്ടുള്ളത്. അപ്പം പക്ഷേ ഞാൻ വീണ്ടും എൻ്റെ ഫാമിലി മെമ്പേഴ്സിനോട് പറഞ്ഞു, ഒരു ഷെയർ ഒരിക്കലും ഒറ്റ തവണയല്ല എൻട്രി തരുന്നത്. ഓക്കെ, ട്രേഡർമാർക്ക് പല ടൈം ഫ്രെയിമിൽ പല കാലത്തിൽ നമുക്ക് പല എൻട്രികൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ നമുക്ക് പുതിയൊരു എൻട്രി പോയിൻറ്റിൻ്റെ കാര്യം നോക്കാം. അപ്പം ഇവിടെ നമ്മളൊരു ചെറിയൊരു ടൈം ഫ്രെയിമിലോട്ട് പോകുമ്പോൾ ഒരു 2 hour ടൈം ഫ്രെയിമിലോ അങ്ങനെ ഏതെങ്കിലും ഒരു ടൈം ഫ്രെയിമിലോട്ട് നമ്മൾ പോകുമ്പോഴത്തേക്ക് നമുക്കൊരു കാര്യം കാണാം. ദാ ഇവിടെ നിങ്ങളത് നോക്കുക. നമുക്കിവിടെ നമുക്കിങ്ങനെ ഒരു സംഭവം നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഒരു റെസിസ്റ്റൻസ് നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ നമുക്ക് ചെറിയൊരു സപ്പോർട്ട് കാണാൻ പറ്റും. ഞാനത് ക്ലിയറായിട്ട് കാണിച്ചു തരാം. കാര്യം ഇപ്പം ഞാനിങ്ങനെ ചാർട്ട് ഇങ്ങനെ ചെറുതാക്കിയെന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾക്കറിയാം ഇത് ഏതൊരു പാറ്റേൺ ആണെന്നുള്ള കാര്യം. ഇപ്പം 4 hour പോകുമ്പോൾ എന്താ കാണുന്നത് നമുക്ക് നോക്കാം. 4 hour പോകുമ്പോഴും നമുക്ക് ഞാനിങ്ങനെ 4 hour ആയിരിക്കും ഒന്നുകൂടെ കാണാമെന്നുള്ള സൗകര്യം. എന്താ ഇവിടെ നോക്കും. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഇതൊരു ട്രയാങ്കിൾ പാറ്റേൺ. അതൊന്ന് ബ്രേക്ക് ആയിട്ടൊരു ഡൗൺലോഡ് റീടെസ്റ്റ് പോലെ വരുന്നുണ്ട്. ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു റിസ്ക് വെച്ചിട്ടല്ല, റിസ്ക് ഒക്കെ ഒന്ന് മാനേജ് ചെയ്തിട്ട് നിങ്ങളൊരു എൻട്രി എടുക്കുമായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടിയേനെ. അപ്പോൾ ഇതിനകത്ത് ബാക്കി ഒരുപാട് കാര്യം വരയ്ക്കാറുണ്ട്. പക്ഷേ ഞാൻ സിമ്പിളായിട്ട് ഈ ഒരു പാർട്ട് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പം ഇവിടുന്ന് എൻ്റെ ഒരു വ്യൂ പ്രകാരം താഴേന്ന് വാങ്ങിച്ചൊരു പേടിക്കുകയേ വേണ്ട. കാര്യം ഈ ഒരു ഏരിയ വരെ ഒരു ലോങ് ടൈമിൽ ഒരു മൂവ്മെൻറ്റ് കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട്. കണ്ടോ, ഒരു ഏകദേശം ഈ ഒരു ഏരിയ വരെ നമുക്കൊരു മൂവ്മെൻറ്റ് കിട്ടാൻ മിനിമം അത്രയെങ്കിലും നമുക്ക് എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം മാർക്കറ്റ് അതിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് നിങ്ങളത് ഇംപ്രവൈസ് ചെയ്യണം. ഇംപ്രവൈസ് ചെയ്യേണ്ട കാര്യം എങ്ങനെയാണെന്നൊക്കെ നമ്മുടെ ബേസിക്സ് ഓഫ് ട്രേഡിംഗ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയറായിട്ട് നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. കുറച്ചുകൂടെ സമയം നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ പിറ്റി എഞ്ചിനീയറിങ്ങിൻ്റെ വീഡിയോ ഒന്നുകൂടെ കാണുക. അല്ലെങ്കിൽ അത് കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങളുടെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ റെസിസ്റ്റൻസ് സംഭവങ്ങളൊക്കെ വരച്ച കാര്യം ഞാനിപ്പോൾ ഒരു വീക്കിലി ടൈം ഫ്രെയിമിൽ ഞാൻ പോയിട്ട് നിങ്ങൾക്ക് അത് വെച്ച് തരാം. അപ്പോൾ നിങ്ങൾക്കത് നോക്കി അതേപോലെ തന്നെ വരയ്ക്കാൻ നിങ്ങൾക്ക് ഒരു വ്യൂ കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക് നോക്കാമല്ലോ. ഇല്ല, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു വ്യൂ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മടിച്ചിരിക്കുക, അതിൽ എൻട്രി എടുക്കുക. നിങ്ങൾക്കത് ഒരിക്കലും നഷ്ടം വരുമെന്ന് ഞാൻ പറയത്തില്ല. കാര്യം ഇത് കുഴപ്പമില്ലാത്ത നല്ലൊരു എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ടൈം ഫ്രെയിം ഒരു പാറ്റേണാണിത്. പിന്നെ വീക്കിലിയാണ് ഞാൻ മെയിനായിട്ട് ഞാൻ ഇപ്പോഴും നോക്കാറുള്ളത്. പിന്നെ ഞാൻ ഡെയിലി എൻട്രി ഒക്കെ എടുക്കാറുണ്ട്, ഇല്ലെന്നല്ല. അത് പിന്നെ ഓരോരുത്തരുടെ അതനുസരിച്ചിട്ട് നിങ്ങളുടെ സമയം അനുസരിച്ചിട്ട് ഓരോ കാര്യങ്ങളനുസരിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ എനിക്ക് ഒരു ട്രേഡിൽ കയറിയാൽ ഞാനത് ഡെയിലി നോക്കാറുണ്ട്. അല്ലെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 2 ദിവസം കൂടുമ്പോഴെങ്കിലും ഞാൻ നോക്കാറുണ്ട്. അല്ല, ഞാൻ മെയിനായിട്ട് എല്ലാ ദിവസവും നോക്കാറുണ്ട്. കാരണം നമ്മുടെ ഷെയറുകളുടെ അതിൻ്റെ മൂവ്മെൻറ്റ് ഒരു ലോങ് ടൈം ആണെന്നുണ്ടെങ്കിൽ നമ്മളങ്ങനെ നോക്കേണ്ട കാര്യമില്ല അത്രയ്ക്ക്.
അത് പിന്നെ ഒരു ഇത്ര കൊല്ലത്തോളം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടേക്കും. പക്ഷേ ട്രേഡിങ് ഇൻവെസ്റ്റിങ് ഇച്ചിരി വ്യത്യാസങ്ങളുണ്ട്. ഫണ്ടമെൻ്റലും ടെക്നിക്കലും എന്നൊക്കെ പറയുന്ന പോലെ തന്നെ പല വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ പ്രൈസ് ആക്ഷൻ ട്രേഡേഴ്സാണ്. ഒരു ഇൻഡിക്കേറ്റേഴ്സും അങ്ങനെയൊന്നും വലിയ രീതിയിൽ ഉപയോഗിക്കാതെ നമ്മളൊരു ട്രേഡ് ചെയ്യുന്നത്. നിങ്ങൾ കണ്ടോ ഇവിടെ ഫസ്റ്റ് ബ്രേക്ക് ഔട്ട് ഞാൻ പറഞ്ഞു, അവിടെ നല്ല വോളിയം സ്പൈക്കിങ് വോളിയൊക്കെ കണ്ടോ താഴോട്ട്. അത്യാവശ്യം നല്ല ക്യാൻഡിൽസാണ്. ഞാൻ പിന്നെ സൂം ചെയ്യുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചാർട്ട് വരച്ച് നോക്കുക. ലോഗ് ചാർട്ട് ഇട്ടിട്ട് ഉണ്ട്, ലോഗരിതമിക് ചാർട്ട് ഇട്ടിട്ട് നിങ്ങളൊന്ന് വരച്ച് നോക്കുക. അപ്പം നിങ്ങൾക്കൊരു വ്യൂ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം എൻട്രി എടുക്കാൻ ഞാൻ വീണ്ടും പറയുന്നു. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. എന്നാൽ അതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നു. ഈ ഒരു ലൈൻ ഇത് ബ്രേക്ക് ചെയ്ത് താഴെ പോയാൽ മാത്രമൊന്ന് അലേർട്ട് ആകുക. പിന്നെ പുതിയൊരു എൻട്രി വരുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് വരച്ചേക്കുന്ന എല്ലാം നമുക്ക് മാറും. അപ്പോൾ അതിനുള്ളിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാവരും സ്റ്റോപ്പ് ലോസ് അടിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അങ്ങനെ ബ്രേക്ക് ആകാതിരിക്കട്ടെ. എല്ലാവർക്കും മുകളിലോട്ട് പോട്ടത്തെന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു വീഡിയോ കാണാം.